ഒടുവിൽ കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുന്നു. അധികാരത്തിൻ്റെ കരുത്തിൽ ഏത് സമരത്തെയും അടിച്ചമർത്താമെന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ആത്മവിശ്വാസത്തിനാണ് തിരിച്ചടിയേറ്റത്. രാജ്യം കണ്ട ഏറ്റവും വ്യത്യസ്തവും അതിശക്തമായ സമരമുറകളാണ് ഡൽഹി ജന്തർ മന്ദിറിൽ CJP നടത്തിയത്. BJP സർക്കാരിന് ഒടുവിൽ നിലപാട് മയപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന രാജിയോടെ കേന്ദ്ര സർക്കാർ ഒന്ന് ഇളകിക്കഴിഞ്ഞു. കർഷക സമരത്തിന് ശേഷം നരേന്ദ്രമോദി സർക്കാരിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഈ ജൻസി പ്രക്ഷോഭം. ചോദ്യപേപ്പർ ചോർച്ചയിലും വിദ്യാഭ്യാസ രംഗത്തെ അഴിമതിയിലും പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയ രാജ്യത്തെ യുവത്വത്തെ കേവലം ഡിജിറ്റൽ ഫോളോവേഴ്സ് എന്നും സോഷ്യൽ മീഡിയ സ്റ്റണ്ടെന്നും വിളിച്ച് അവരെ നിസാരവൽക്കരിക്കാനാണ് BJP ശ്രമിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഹാഷ്ടാഗുകളിൽ നിന്ന് ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ തെരുവുകളിലേക്ക് പതിനായിരങ്ങൾ ഇരച്ചെത്തിയപ്പോൾ ഡൽഹി പോലീസിനെയും കേന്ദ്രസേനയെയും വെച്ച് പ്രതിരോധിക്കാൻ നോക്കിയ ഭരണകൂടം ശരിക്കും ഞെട്ടി. ലാത്തി ചാർജും കസ്റ്റഡിയും കൊണ്ടൊന്നും പുതിയ തലമുറയുടെ ആവേശത്തെ തല്ലിക്കെടുത്താൻ കഴിയില്ലെന്നും ഇതൊരു പുതിയ രാഷ്ട്രീയ ബോധത്തിൻ്റെ തുടക്കമാണെന്നും കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇതിലും വലിയൊരു ഭയം ഇനി വരാനിരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തീരുമാനിക്കുന്ന UPയിൽ BJPയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ യുവാക്കൾക്കിടയിൽ ഉണ്ടായ ഈ അമർഷം ഭരണ തുടർച്ചയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. ചോദ്യപേപ്പർ ചോർച്ചയും തൊഴിലില്ലായ്മയും UPയിലെ ഗ്രാമങ്ങളിൽ യുവാക്കളെ തെരുവിലിറക്കുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊരു നിർണായക വഴിത്തിരിവാകുമോ? CJPയുടെ ഈ സമരം BJPയുടെ വോട്ട് ബാങ്കിൽ എത്രത്തോളം വിള്ളലുണ്ടാക്കും എന്നതാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.